നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മിഴിയോരത്തിൽ സംസാരിക്കുന്ന ഡെന്റൽ പ്രോബ്ലംസും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുമാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും, നിങ്ങൾക്ക് ദന്ത സംരക്ഷണത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഡെന്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഡെന്റിസ്റ്റ് ആണ്. അൽഷിഫ അൽഖലീജ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ പാർവതിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം പാർവതി, മിഴിയോരത്തിലേക്ക് സ്വാഗതം. പാർവതി, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡെന്റൽ പ്രോബ്ലംസും അതിന്റെ ട്രീറ്റ്മെന്റുമാണ്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസിലോട്ടും ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എന്താണ് ദന്ത സംരക്ഷണം, അല്ലെങ്കിൽ അത് ഏത് പ്രായത്തിൽ ആരംഭിക്കണം? കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്നു തുടങ്ങുന്ന സമയം മുതൽ നമുക്കത് ആരംഭിക്കാവുന്നതാണ്. അതായത് വായിൽ ചെറിയ പാൽപ്പല്ല് വന്നു തുടങ്ങുമ്പോൾ മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് രാത്രി നൈറ്റ് ഫീഡിങ് ഉണ്ടാവും, ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചോ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ്. അതിൽ നിന്ന് തുടങ്ങാം. ബാക്കി ഫുൾ ഒരു സെറ്റ് പാൽപ്പല്ലുകൾ വരുന്ന സമയത്ത് പിന്നെ ഫുൾ സെറ്റ് ഓഫ് പ്രൈമറി ടീത്ത്, അതായത് മൊത്തം പാൽപ്പല്ല് വന്നു കഴിയുമ്പോഴത്തേക്കും ബ്രഷിങ് തുടങ്ങിയാൽ മതി. അതും ചില കുട്ടികൾ പേസ്റ്റ് ഉപയോഗിക്കണമെന്നില്ല. പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്താൽ നല്ലത്, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു സർക്കുലർ മോഷനിൽ ചെയ്ത് കൊടുത്താൽ ക്ലീൻ ആയിക്കോളും. അപ്പൊ ശരിക്കും അങ്ങനെ പാൽപ്പല്ലുകളെല്ലാം വന്നു കഴിയുന്ന ഒരു 4-5 വയസ്സാകുമ്പോഴാണ്, ഒരു 3-3.5 വയസ്സാകുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ് ഓഫ് പ്രൈമറി ടീത്ത് വന്നിരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് പാൽപ്പല്ലുകൾ വരുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പല്ലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ബ്രഷിങ്ങിന് എന്തെങ്കിലും പ്രത്യേക രീതികളുണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ബ്രഷിങ് ചെയ്ത് തുടങ്ങാവോ? നമുക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ബ്രഷ് ചെയ്ത് തുടങ്ങണം. പ്രത്യേകിച്ചും ഈ കടിക്കുന്ന സർഫസ്, അതായത് പല്ലിന്റെ മോൾ ഭാഗം, അവിടെ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും കുട്ടികൾ ചിപ്സോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് കേടാവാനും. സോ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ച് ബ്രഷ് ചെയ്യേണ്ടതാണ്. പിന്നെ പല്ലിന്റെ പുറമെ, ഫ്രണ്ടിലത്തെ പല്ലിന്റെ പുറമെയുള്ള സർഫസ്, അവിടെയും ശ്രദ്ധിച്ച് ബ്രഷ് ചെയ്യേണ്ടതാണ്. ഈ 2 സർഫസ് ആണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും കുട്ടികൾ ചിപ്സും അതും ഇതൊക്കെ അതിനൂടെ ഉടനെ തന്നെ വാ കഴുകുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ശരിക്കും നമ്മൾ ബ്രഷിംഗിൽ നല്ലപോലെ ശ്രദ്ധിക്കണം, അല്ലെ? അപ്പൊ ശരിക്കും അത് രാവിലെയും വൈകിട്ടും കുഞ്ഞുങ്ങൾ ആ ഒരു പല്ലുകൾ വന്നതിന് ശേഷം തൊട്ട് നമ്മൾ അതൊരു ശീലിപ്പിച്ച് തുടങ്ങണം, അല്ലെ? പ്രത്യേകിച്ചും രാവിലെ ചെയ്യണം. വൈകുന്നേരം കൂടി ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതൊരു ഹാബിറ്റായി വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ശരിക്കും നമ്മളിപ്പം പല്ലുകളെ കുറിച്ച്, അതായത് പാൽപ്പല്ലുകൾ വരുന്ന ഒരു അവസ്ഥയും ആ വരുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ അതല്ല പാൽപ്പല്ലുകളെല്ലാം വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പൊ ശരിക്കും നമ്മൾ ക്ലിനിക്കിലും പല്ലിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുമായിട്ടാണ് ആൾക്കാർ വരുന്നത്, പേഷ്യൻസ്, കുട്ടികളെന്ന് മാത്രമല്ല മുതിർന്നവരും എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് പല്ലിൽ കാണുന്നത്? മോസ്റ്റ്ലി വരുന്നത് പല്ലുകളുടെ കേട്, പല്ലിന്റെ പോട്, അതാണ് യൂഷ്വലി വരുന്നത്. പിന്നെ വരുന്നത് മോണരോഗം, മോണയിൽ നിന്ന് ബ്ലഡ് വരിക, അല്ലെങ്കിൽ പല്ല് ലൂസ് ആവുക, പല്ലിന് കേടുമാണ് വരാറ്. അപ്പൊ ശരിക്കും മോണരോഗം എന്ന് പറഞ്ഞൊരു പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ മോണരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇനീഷ്യൽ സ്റ്റേജ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ജിഞ്ചിവൈറ്റിസ്, അതായത് ഗംസ് അല്ലെങ്കിൽ മോണയുടെ പുറമേ ഉണ്ടാവുന്ന ഒരു റെഡിഷ്നെസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലീഡിങ്. അതിൽ നിന്ന് ബ്ലഡ് എപ്പോഴും വരണമെന്നില്ല, ചിലപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ മാത്രമേ ബ്ലീഡിങ് വരത്തുള്ളൂ. അതാണ് ഇനീഷ്യൽ ഒരു സ്റ്റേജ്. അത് മിക്കവാറും വരുന്നത് ഈ പല്ലിന്റെ പുറമെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കക്ക അല്ലെങ്കിൽ കാൽക്കുലസ്, അത് കാരണം വരുന്നതാണ് ഈ ജിഞ്ചിവൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ്. അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ കക്ക റിമൂവ് ചെയ്യുക. നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും ഒരു ഇത്ര കുറച്ച് കാണും, നമ്മുടെ പല്ലിൽ എപ്പോഴും അഴുക്ക് കാണും. സോ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു പ്രൊഫഷണൽ ക്ലീനിങ് നടത്തിയാൽ വളരെ നന്നായിരിക്കും. ഈ ഫർദർ ഈ മോണരോഗം പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ അത് സഹായിക്കും. ഒരു പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജിലും ഡെന്റിസ്റ്റിനെ കണ്ടില്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നു പലപ്പോഴും പലർക്കും ഒരു പല്ല് തേക്കുമ്പോ ബ്രഷ് കൊണ്ട് രക്തം വന്നതാണെന്ന് സംശയിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവര് എന്താണ് പിന്നീട് ചെയ്യേണ്ടത്? അഥവാ നമ്മൾ ആ ഒരു സ്റ്റേജിൽ, ജിഞ്ചിവൈറ്റിസ് സ്റ്റേജിൽ നമ്മൾ തീരെയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫർദർ അത് പെരിഡോണ്ടൈറ്റിസ്, അതായത് പല്ലിരിക്കുന്നത് ഈ എല്ലിലാണ്, മോണയുടെ എല്ലിലാണ് ഇരിക്കുന്നത്. അപ്പം പെരിഡോണ്ടൈറ്റിസ് ആയി കഴിഞ്ഞാൽ പതിയെ ഗംസ് വിട്ടു തുടങ്ങും, മോണ പല്ലിൽ നിന്ന് വിട്ടു തുടങ്ങും, പല്ലുകൾക്ക് നീളം വെക്കുന്ന പോലെ തോന്നും. അതിൽ നിന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എല്ലുകളെ അത് ബാധിക്കും, എല്ലുകളുടെ ലെവല് താഴും. അപ്പൊ പൊതുവെ പതിയെ പല്ല് ലൂസായിട്ട് പൊഴിയാൻ തുടങ്ങും. ഇതാണ് ഒരു മോണരോഗത്തിന്റെ ഒരു പ്രോഗ്രസീവ് സ്റ്റേജസ്. ഇതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇപ്പൊ ഡെന്റിസ്റ്റിന്റെ അടുത്ത് സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഡോക്ടറിന്റെ വ്യൂവിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ശരിക്കും പല്ലുകൾക്കൊരു അല്ലെങ്കിൽ മോണയ്ക്ക് ഒരു ചുമന്ന കളർ വരുന്നു, അല്ലെങ്കിൽ പല്ലിന് ചെറിയ നീളം വരുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഇളക്കം തട്ടുന്നു, ആ ഒരു സ്റ്റേജിലായിരിക്കും മിക്കപ്പോഴും പേഷ്യൻസ് ഡോക്ടറിന്റെ അടുത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വരിക നമ്മൾ എന്താണ് ചെയ്യുന്നത്? പല്ലുകൾക്ക് ജസ്റ്റ് ബ്ലീഡിങ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ക്ലീനിങ്ങിലൂടെ, ക്ലീനിങ് പിന്നെ
ക്ലീനിങ് പ്രൊഫഷണലി. ബാക്കി പ്രിവെൻഷൻ നമ്മൾ വീട്ടിൽ ബ്രഷ് ചെയ്യുക, 2 നേരം ബ്രഷ് ചെയ്യുക, മൗത്ത് വാഷ് യൂസ് ചെയ്യുക, അതിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ പെരിഡോണ്ടൈറ്റിസ് ആയി മാറി, അതായത് കുറച്ച് മോണ താന്നു, പല്ലുകൾക്ക് നീളം വെച്ച് തുടങ്ങി, അതായത് പല്ലിന്റെ റൂട്ട് എക്സ്പോസ്ഡ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് മോണ താഴുമ്പോൾ, അന്നേരം പുളിപ്പ് വരും. അപ്പൊ നമുക്ക് പുളിപ്പിനുള്ള പ്രശ്നം അത് സോൾവ് ചെയ്യണം. അതായത് ഒരു ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ളത് ഇതിലും ക്ലീനിങ് ആണ്. മറ്റേ നമ്മൾ പറഞ്ഞു വർഷത്തിൽ ഒരിക്കൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ ക്ലീൻ ചെയ്യണം എന്ന് പറയും. ഈ പെരിഡോണ്ടൈറ്റിസ് ആയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഇന്റർവെൽസിൽ നമ്മളൊരു ഡെന്റിസ്റ്റ് വിസിറ്റിന് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അഴുക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ മോണയുടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും, അപ്പൊ അഴുക്ക് അതനുസരിച്ച് അടിഞ്ഞുകൂടും. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലീൻ ചെയ്യുക, വീട്ടിലും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ബ്ലീഡിങ് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട് കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക് നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പിന്നെ മൗത്ത് വാഷ് ഒക്കെ ആയിട്ട് അത് കുഴപ്പമില്ല. നമ്മൾ അതിന്റെ ഒരു എക്സ്ട്രീം കേസ് വരുമ്പോൾ നമ്മൾ സർജറി പോലെ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ലൂസ് ആവുക, പല്ല് ലൂസായി പോവുക, അതായത് ബോണിന്റെ ഹൈറ്റ് വളരെ കുറവാകുക എന്നൊക്കെ വരുമ്പം നമ്മളൊരു സർജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോവാറുണ്ട്. ഡോക്ടർ, നമുക്ക് അതിന്റെ അതായത് നമുക്ക് ഇനി പല്ലിന് വരുന്നത് സാധാരണ വരുന്നത് ഒരു പല്ലിന് പോട് വരുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു SMS വന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മകൻ 1 വയസ്സായിട്ടുണ്ട്. 1 വയസ്സായിട്ടും ഇതുവരെ പല്ലുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ ശരിക്കും കുട്ടികൾക്ക് പാൽപ്പല്ലുകൾ വരുന്നത് ഏത് പ്രായം മുതലാണ്? അതല്ല ഇന്നൊരു സ്റ്റേജ് കഴിഞ്ഞും പല്ല് വന്നില്ലെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. അതായത് 1 വയസ്സായിട്ടുണ്ട് കുഞ്ഞിന്. 1 വയസ്സായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 1 വയസ്സായിട്ടും ഒരു പല്ലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഒന്ന് കാണിക്കുന്നത് വളരെ നന്നായിരിക്കും. ചില കുട്ടികളിൽ ഇപ്പം 1 വയസ്സോ ഒരു അറ്റ്ലീസ്റ്റ് 2 to 3 months മോർ, 1 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ വരും. ഇത്തിരി ലേറ്റ് ആവും ചില കുട്ടികൾക്ക് പല്ല്. അതെ, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ അങ്ങനെ പല്ലുകൾ വരാൻ താമസിക്കുന്നതിന് എന്തെങ്കിലും? ചില കുട്ടികൾ ചില എന്താ പറയുക കട്ടിയുള്ള സാധനങ്ങൾ കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കൊച്ചു കുട്ടികളെങ്കിലും കടിക്കും. അങ്ങനെ കടിച്ചു കഴിയുമ്പം ഗംസ് ഇത്തിരി ഫൈബ്രസ് ആവും, ഇത്തിരി കട്ടിയുള്ളതാവും. അപ്പൊ ഈ പാൽപ്പല്ലുകൾക്ക് പുറത്തേക്ക് വരാന് കുറച്ചൊരു ഇത് ബുദ്ധിമുട്ടും കാണും. അങ്ങനെ കാണും. അല്ലാണ്ട് ചില കുട്ടികൾക്ക് പൊതുവേ മൈൽസ്റ്റോൺസ് ഇത്തിരി താമസിച്ചായിരിക്കും വരുന്നത്. ഇപ്പൊ നടക്കാൻ താമസിക്കുക, അല്ലെങ്കിൽ സംസാരം താമസിക്കുക. അതുപോലെ തന്നെ പല്ലും ചിലപ്പോൾ താമസിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് ആ മോണ ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ കടിക്കുന്ന കാരണം കട്ടി കൂടിയാണ് പല്ല് വരാൻ, ആ മോണകൾക്ക് കട്ടി കൂടുന്ന കാരണമാണ് പല്ല് വരാൻ താമസിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ അതിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യൂഷ്വലി പാൽപ്പല്ലുകൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാറില്ല. ഇൻ കേസ് ഇപ്പം പെർമനന്റ് ടീത്ത് ആണ്, അതായത് പാൽപ്പല്ല് പൊഴിഞ്ഞിട്ട് ശരിക്കുള്ള പല്ല് വരാൻ ഇത്തിരി താമസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗംസ് ഒരു ഇത്തിരി ചെറുതായിട്ട് ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാറുണ്ട്. അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഡോക്ടർ, അപ്പൊ എനിക്ക് തോന്നുന്നു അരുണിന് മറുപടി ലഭിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ഡോക്ടർ, നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന പല്ലിന് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് മോണരോഗമാണെന്ന് പറഞ്ഞു. അതിന് ലക്ഷണങ്ങളും അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്ന എന്ത് പ്രോബ്ലമാണ്? പല്ലിന് പിന്നീട് വരുന്ന കേടാണോ? എന്താണ് പിന്നീട്? തീർച്ചയായിട്ടും വളരെ കൂടുതലും ആൾക്കാർ വരുന്നത് പല്ലുകളിൽ പോടായിട്ടാണ് വരാറ്. അത് പോട് ഇനീഷ്യൽ സ്റ്റേജിൽ ആരും വളരെ കുറച്ച് ആൾക്കാരെ ശ്രദ്ധിക്കാറുള്ളൂ. അത് വേദനയായി തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോഴാണ് യൂഷ്വലി ഡെന്റിസ്റ്റിനെ കാണാം അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം എന്ന് ആലോചിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആ വേദന കടിച്ചു പറ്റുന്നില്ലെന്ന് കാണുന്ന സമയത്തായിരിക്കും മിക്കവാറും ഒരു ഡെന്റിസ്റ്റിനെ അടുക്കുന്നത്. എനിക്ക് തോന്നുന്നു പലർക്കും അത് ഭയമാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ചെന്നത് കീറും, അങ്ങനെ പല സംശയങ്ങളും ഉണ്ടെന്ന്. അപ്പൊ ശരിക്കും ഇങ്ങനെ പല്ലിനൊരു പോട് അല്ലെങ്കിൽ കേട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് നമുക്കിപ്പം പെട്ടെന്ന്, അതായത് ആ എക്സ്ട്രീം സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അറിയാൻ പാകത്തിന് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും പല്ല് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ചില പല്ലിന്റെ പുറമേ ഉള്ള കേടുകളാണ്, അല്ലെങ്കിൽ നമ്മൾ കടിക്കുന്ന ഭാഗത്തുള്ള കേടുകളാണെന്നുണ്ടെങ്കിൽ അതിൽ കറുപ്പ് വീഴും, കളർ വ്യത്യാസം വരും. അതൊരു കേടിന്റെ തുടക്കമാവാം. പിന്നെ തണുത്ത വെള്ളം കൊള്ളുമ്പോൾ അല്ലെങ്കിൽ സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കുമ്പം ചെറിയൊരു പുളിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു പെയിൻ എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, പുളിപ്പ് കൂടിയിട്ടുള്ള ഒരു അസ്വസ്ഥത. അതൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കങ്ങളാണ്, പല്ലിന്റെ കേടിന്റെ തുടക്കങ്ങളാണ് അതൊക്കെ. ചിലത് ഇപ്പൊ പല്ലിന്റെ ഇടയ്ക്ക്, 2 പല്ലിന്റെ ഇടയ്ക്കുള്ള കേടാണെന്നുണ്ടെങ്കിൽ പൊതുവെ അത് വിസിബിൾ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ഒരു കറുത്ത പാട് വരണം നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, 2 പല്ലിന്റെ ഇടയ്ക്കായിരിക്കും അത്. പക്ഷെ അന്നേരവും ഈ തണുത്ത വെള്ളത്തിലും സ്വീറ്റ്സിലും ഒക്കെ അന്നേരവും പല്ലിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊരു കേടിന്റെ തുടക്കമാണ്. അപ്പോഴേ നമ്മളൊരു ഡെന്റിസ്റ്റിനെ കണ്ട് അതിന് എന്താ വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ പ്രോഗ്രസ് ചെയ്യാതിരിക്കും. അപ്പൊ ശരിക്കും അങ്ങനെ പല്ലിന്റെ ഇടയ്ക്ക് അങ്ങനെ കേട് വരാൻ എന്താണ് സാധ്യത? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പല്ലുകളുടെ ഇടയ്ക്ക് ഭക്ഷണം തങ്ങി നിൽക്കുന്നത് കൊണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ ബ്രഷിങ് ശരിയാവാത്തത് കൊണ്ട്, അതായത് ജസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് യൂഷ്വലി പുറമെ സർഫസിലുള്ള ബ്രഷിങ് മാത്രമേ ചെയ്യാറുള്ളൂ, പല്ലുകളുടെ ഇടയ്ക്ക് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ നമ്മുടെ ഇവിടെ അത്ര പോപ്പുലർ അല്ല ഫ്ലോസിങ്, ഐ മീൻ
ചിലർ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വളരെ എന്താ പറയാ അറിഞ്ഞ് ചെയ്യാറുണ്ട് ഫ്ലോസിങ്. ചിലർ വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഫ്ലോസ് ആണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഈ ഫ്ലോസിങ് പെർട്ടിക്കുലർലി ചെയ്യുന്നത് പല്ലുകളുടെ ഇടയ്ക്കുള്ള ഭക്ഷണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് പല്ലിന്റെ ഇടയ്ക്ക് കേട് വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ അങ്ങനെ കേട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എന്താണ് ശരിക്കും നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. മീഡിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്താണ്? പല്ലിന് 5 പല്ല് വന്നിട്ടുണ്ട്. ആ പല്ലിന് ബ്രൗൺ കളറാണ് കാണുന്നത്. ബ്രൗൺ കളറാണ്. എത്ര വയസ്സായി കുഞ്ഞിന്? പല്ല് വന്നതിന് ശേഷം പല്ലിന്റെ പുറമെയാണോ ബ്രൗൺ കളർ കാണുന്നത്? ഓക്കെ. അപ്പൊ അത് കുട്ടിക്ക് നൈറ്റ് ഫീഡിങ് ഉണ്ടോ, ബോട്ടിൽ ഫീഡിങ് ഉണ്ടോ? ഇല്ല. രാത്രി പാല് കുടിച്ച് കിടക്കാറുണ്ടോ? അങ്ങനെയല്ല, പാല് കുടിച്ചോണ്ട് തന്നെയാണോ ഉറങ്ങുന്നത്? അല്ല. സ്റ്റിൽ എന്നാലും ഈ അതൊരു കേടിന്റെ തുടക്കം ആവാൻ തന്നെയാണ് സാധ്യത. ഇത് കേട്ടിട്ട് ഒരു ബ്രൗൺ, യൂഷ്വലി കൊച്ചു കുട്ടികളുടെ പല്ലിൽ കേട് വരുന്നത് ഈ ബ്രൗൺ നിറത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞിനെ ബ്രഷ് ചെയ്യിക്കാറുണ്ടോ? ബുദ്ധിമുട്ടാ. അപ്പം അതപ്പം കേടിന്റെ തുടക്കം തന്നെയാണ്. നിങ്ങൾ ഒത്തിരിയും കൂടി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. കാരണം ഇനിയിപ്പോ ബ്രഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോത്ത് വെച്ച്, വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇൻ കേസ് കൈ വെച്ച് നമ്മുടെ ഫിംഗറിൽ ഒരു ഹാർഡ്, ഒരു റഫ് സർഫസ് ഇല്ല. അപ്പൊ അതിന്റെ പുറമെ പറ്റി പിടിച്ചിരിക്കുന്നത് നമ്മൾ കൈ വെച്ച് തേച്ചാൽ പോണമൊന്നുമില്ല. ഒരു ഗോസോ അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തി റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് സർഫസ് കൊണ്ട് അതിന്റെ പുറമെ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, മറുപടി ലഭിച്ചെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൊച്ചുകുട്ടിയാണ്, 4 പല്ല് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചുകുട്ടികളെ പല്ല് തെളിപ്പിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡോക്ടർ, നമുക്ക് ഒരു കോളറോട് എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. മീഡിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം. ഇത് മീരയാണ്, ഷാർജന്ന്. മീര ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ചെറുപ്പത്തില് സൈക്കിളിൽ നിന്ന് വീണ ഒരു ആക്സിഡന്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പല്ലൊക്കെ ഇച്ചിരി അത്ര സ്ട്രോങ് അല്ല. അപ്പൊ താഴെ നടുക്കത്തെ പല്ല് പോയിട്ടുണ്ട്. അത് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഷാർജയില്, ദുബായില് ഏതൊരു നല്ല സ്ഥലം പറഞ്ഞു തരുമോ? ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലാന്റോളജിസ്റ്റ് ആക്ച്വലി ഒന്നിനും നിങ്ങൾ NMCയിൽ ഒന്ന് അന്വേഷിച്ചു നോക്കും. കാരണം പ്രോസ്റ്റഡോണ്ടിസ്റ്റ് അവിടെ ഉണ്ട്, ദുബായിൽ. NMC ദുബായിൽ. അല്ലെങ്കിൽ സണ്ണി മെഡിക്കൽ സെന്ററിൽ പ്രോസ്റ്റഡോണ്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ ഇംപ്ലാന്റ്സ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. സണ്ണി, യെസ്, ഷാർജയില്. ഇറ്റ് ഡിപ്പെൻസ് നിങ്ങൾ ഏത് ഇംപ്ലാന്റ് ചൂസ് ചെയ്യുന്നു. പിന്നെ എത്ര ഒരാളെ പെട്ടെന്ന് ആ ഇംപ്ലാന്റ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. സോ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങളെ ഒരു ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് അതിന് ഫെർദർ എത്ര കോസ്റ്റ് ആവും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഡോക്ടറിനെ കണ്ടിരുന്നോ? ഡെന്റിസ്റ്റ് ആരെങ്കിലും കണ്ടിരുന്നോ? ഞാനൊരു ഡെന്റിസ്റ്റിനെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു താഴെ വേറെ പല്ലൊന്നും അത്ര കുഴപ്പമില്ല, എല്ലാം എടുത്തിട്ട് ഫുൾ ഇംപ്ലാന്റ് ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഐഡിയ എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? എത്ര വയസ്സുണ്ട്? എനിക്ക് 48 വയസ്സുണ്ട്. 48. ബാക്കി എല്ലാ പല്ലുകളും ഇതുപോലെ ലൂസ്, ഐ മീൻ മൊബൈലാണോ, മൂവ് ചെയ്യുന്നുണ്ടോ, അനങ്ങുന്നുണ്ടോ? ഇല്ലില്ല, നടുക്കത്തെ പല്ല് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി അണപ്പല്ലൊക്കെ ഇച്ചിരി പ്രശ്നം, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഒരുമാതിരി പല്ല് ബാക്കിയെല്ലാം ഉണ്ടല്ലേ. സോ ഈ എല്ലാ പല്ലും എടുത്തിട്ട് വെക്കുക എന്നുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നാട്ടിലാണെങ്കിൽ അമൃതയിലുണ്ട്, കൊച്ചി അമൃതയില് ഒരു ഡോക്ടർ വിനോദ് കൃഷ്ണൻ ഉണ്ട്. അതെ അതെ, പുള്ളി പ്രോസ്റ്റഡോണ്ടിസ്റ്റ് ആണ്. ഇവിടുത്തെ അത്രയും വരില്ല. ഏതായാലും ഒരു കാര്യം ചെയ്തോളൂ, പ്രോഗ്രാം കഴിഞ്ഞ് വിളിച്ചോളൂ. നമ്മൾ ഡോക്ടറിന്റെ നമ്പർ തരാം, ഡീറ്റെയിൽഡ് ഒരു കൺസൾട്ടേഷൻ നടത്തിക്കോളൂ.
ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. ഓക്കെ ഡോക്ടർ, അപ്പം നമ്മൾ കുട്ടികളുടെ പല്ല് തേക്കുന്ന രീതികളും അല്ലെങ്കിൽ നേരത്തെ ആദ്യത്തെ കോളർ പറഞ്ഞതുപോലെ പല്ല് തേപ്പിക്കാൻ നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സ്റ്റേജുകൾ നമ്മളൊരു നനഞ്ഞ കോട്ടൺ തുണി എന്തെങ്കിലും കൊണ്ട് കുട്ടികളെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക. കാരണം ബ്രഷ് ചെയ്യിക്കാൻ എനിക്കും കുഞ്ഞുണ്ട്, അവനെ ഇതുപോലെ ബ്രഷ് ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇനിഷ്യലി. അപ്പൊ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, വൈപ്പ് ചെയ്യുക. അത്രയും നമുക്ക് സേഫ് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാൻ പറ്റും ബാക്കി ഏരിയസ് വരുന്നതിൽ നിന്ന്. അതെ അതെ. അപ്പോൾ ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പല്ലുകൾക്ക് വരുന്ന കേടിനെ കുറിച്ചായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഗംസിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതേപോലെ നമ്മൾ പോഡിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ചില പോഡിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞത് പല്ലിന് ചെറിയൊരു കറുത്ത സ്പോട്ട് പോലെ വരും. ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് ആ ഒരു സ്പോട്ട് വരുമ്പോൾ തന്നെ ഡെന്റിസ്റ്റിനെ കണ്ടാൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ എന്താണ് അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റിലോട്ട് പോകാതെ തന്നെ നമുക്കൊന്ന് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ചിലർക്ക് അതുപോലെ പല്ലുകളുടെ ഇടയ്ക്കാണ് വരുന്നതെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അത് ഒരു എക്സ്ട്രീം സ്റ്റേജിലോട്ട് വരുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത്? പല്ലിന് വേദന വരുന്നുണ്ട്, പല്ലിന് ആ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നപ്പോൾ തിരിച്ചറിഞ്ഞില്ല, അതിനുശേഷം വേദന വന്നപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താണ് പിന്നെ ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ഇനിഷ്യൽ കേരീസ് ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫെർദർ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ശരിക്കും വേദന തന്നെ വരും. ആദ്യം ഒരു സെൻസിറ്റിവിറ്റി മാത്രമേ വരുള്ളൂ, പുളിപ്പ്. പക്ഷെ അത് കഴിഞ്ഞ് സ്റ്റേജ് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ വേദന തന്നെ വരും. അത് ചൂട് കൊണ്ടും വരും. നേരത്തെ തണുത്ത വെള്ളത്തിലായിരുന്നെങ്കിൽ തണുപ്പും ചൂടിനും പ്രശ്നമാവും. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കേട് നല്ലപോലെ ഡീപ്പായി പോയി. സോ ഒരു നോർമൽ ഫില്ലിംഗ് അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ഫില്ലിംഗ് കൊണ്ട് അത് സേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജ് ആയി. സോ ഫെർദർ ട്രീറ്റ്മെന്റ് നമുക്ക് പോകുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലേക്കാണ്, ആ ഒരു സ്റ്റേജിലേക്ക് പോകേണ്ടത്. റൂട്ട് കനാലിലേക്കാണ്. അപ്പൊ ശരിക്കും അങ്ങനെ എന്താണ് ശരിക്കും ഒരു അതുപോലെ തന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഫില്ലിങ്, പല്ലിന് നമ്മൾ ഫില്ലിങ് ചെയ്യുന്നത് ശരിക്കും എന്താണ് ഈ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് പല്ലിന് പുറമേ ഉള്ള ഒരു കേട് അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫില്ലിങ്. അത് പല മെറ്റീരിയൽസ് ഉണ്ട് നമുക്കിപ്പോൾ, കോമ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലാസ് അയണോമർ എന്ന് പറയും. പക്ഷെ ഇതെല്ലാം നേരത്തെ അമാൽഗം ഫില്ലിങ്സ് ആയിരുന്നു, അതായത് ഒരു മെറ്റൽ കളർ ഫില്ലിംഗ്. പൊതുവെ ഇപ്പോഴാരും ഒരു അമാൽഗം ഫില്ലിംഗ് പ്രിഫർ ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവരും ടൂത്ത് കളർഡ് ഫില്ലിങ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ടൂത്ത് കളർഡ് ഫില്ലിങ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നോർമൽ അത് പേഷ്യന്റ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ കൂട്ടത്തിൽ റൂട്ട് കനാലിനെ കുറിച്ച് സൂചിപ്പിച്ചു. ശരിക്കും എന്താണ് പലപ്പോഴും ഡെന്റിസ്റ്റിന്റെ കേസുകൾ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണുമ്പോഴും അല്ലെങ്കിൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഇതാണ് റൂട്ട് കനാൽ. ശരിക്കും എന്താണ് ഈ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ? ഇപ്പം റൂട്ട് കനാൽ എന്താന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം പല്ലിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പല്ലിന് 3 ലെയർ ആണുള്ളത്, ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്. പൾപ്പില് നെർവ്സും ബ്ലഡ് വെസൽസും ഉണ്ട്. ഈ ഒരു കേട് ഇനാമലിനെയും ഡെന്റിനെയും കഴിഞ്ഞ് പൾപ്പ് വരെ എത്തുമ്പോഴാണ് നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റേജ് വന്നെത്തി കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഫില്ലിംഗ്, മുമ്പേ പറഞ്ഞ പോലെ ഒരു നോർമൽ ഫില്ലിംഗ് കൊണ്ട് അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഓഫ് കോഴ്സ് നമുക്ക് അതിന് റൂട്ട് കനാൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ റൂട്ട് കനാലിൽ ചെയ്യുന്നത് ഈ പൾപ്പിനകത്തുള്ള നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് നമ്മൾ റിമൂവ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അതിനകത്ത് ഒരു ഇനേർട്ട് ഫില്ലിംഗ് വെക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ പറയും പല്ലിനെ ഡെഡ് ചെയ്യാന്ന് പറയും, ഡെഡ് ആക്കുക എന്ന് പറയും. അതായത് അങ്ങോട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്കൊരു, അതായത് നമ്മളതൊരു എക്സ്ട്രീം കേസിലാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അതെന്ന് റൂട്ട് കനാൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല്ല് എടുത്തു കളഞ്ഞാൽ ആ ഒരു പല്ലൊരു ഫങ്ഷണൽ യൂണിറ്റ് അങ്ങ് പോയി. നമ്മുടെ പല്ല് എടുക്കുന്നതോടുകൂടി ബാക്കി പ്രശ്നങ്ങൾ പല്ലിന്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മുടെ വായിലെ ബാക്കി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഈ റൂട്ട് കനാൽ ചെയ്യുന്നതോടെ നമുക്ക് പല്ലിനെ അവിടെ തന്നെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും, ഒരു ഫങ്ഷണൽ സ്റ്റേറ്റിൽ അവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. റൂട്ട് കനാൽ കഴിഞ്ഞ് ഒരു കവറും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളൊരു നോർമൽ പല്ല് പോലെ നമുക്ക് ചൂ ചെയ്യാനോ എന്തിനും ഉപയോഗിക്കാം ആ പല്ല്. ശരിക്കും നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു കവറിങ്ങിലോട്ട് പോകുന്നത്? അതായത് റൂട്ട് കനാൽ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു ക്യാപ്പ് ഇടാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പല്ലുകൾ ബ്രിട്ടിലാവും, അതായത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മാത്രമല്ല റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ പല്ല് ഡെഡ് ആവുക ചെയ്യുന്നത്, അതായത് അതിന്റെ സെൻസേഷൻ ഒക്കെ പോവാണ് ചെയ്യുന്നത്. ഇൻ കേസ് അതിനൊരു കേട് വന്നാൽ പോലും നമ്മൾ അറിയത്തില്ല, നമുക്ക് പെയിനോ അങ്ങനെ ഒന്നും തോന്നണമെന്നില്ല. സോ അതങ്ങനെ കേട് പ്രോഗ്രസ് ചെയ്താലും അത് പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആ പല്ലിനെ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് ഒരു പല്ലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ക്യാപ്പ് ഇടുന്നത്. ശരിക്കും നമ്മൾ അതിനങ്ങോട്ടുള്ള നെർവ്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു വേദന വരണമെന്നില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ക്യാപ്പ് കൂടി ഇട്ടിട്ടില്ലെങ്കിൽ പിന്നീട് ഫുഡോ വല്ലതും അതിനകത്ത് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ സാധ്യത. പലർക്കും സംശയമുണ്ട്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേദന വരത്തില്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ്? അതുപോലെ നമുക്കൊരു പ്രേക്ഷകൻ SMS അയച്ചിരിക്കുന്നത് ഫില്ല് ചെയ്ത് വിട്ട്, അതായത് ടെമ്പററി ഫില്ലിംഗ് ഒരു പ്രോസസ് ഉണ്ടോ, ടെമ്പററിയും പെർമനന്റും അങ്ങനെ ഉണ്ടോ? അതായത് ആൾക്ക് ഡോക്ടറെ കണ്ടു, ഒരു ടെമ്പററി ഫില്ലിംഗ് ചെയ്തു,
അതിനുശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നീട് പെയിൻ വരാൻ തുടങ്ങി. ശരിക്കും അപ്പൊ അങ്ങനെ ഒരു ടെമ്പററി ഫില്ലിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും ടെമ്പററി ഫില്ലിംഗ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ കേട് വരുമ്പം എല്ലാവർക്കും ഒരേപോലെ സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. അപ്പം ഒരാൾ കേടായിട്ട് വന്നു, അപ്പം നമുക്ക് നോക്കുമ്പോൾ ഒരു ഡെന്റിസ്റ്റിന്റെ വ്യൂവിൽ നോക്കുമ്പം അത് സാമാന്യം വലിയൊരു കേട് തന്നെയാണ്. ഈ പറയുന്ന പോലെ ഇനാമലും ഡെന്റിനും കഴിഞ്ഞ് പൾപ്പ് വരെ എത്താൻ സാധ്യത, അല്ലെങ്കിൽ പൾപ്പ് വരെ എത്തിയിട്ടുള്ള ഒരു കേടാണ്. പക്ഷെ പേഷ്യന്റിന് as such യാതൊരു സിംറ്റംസും ഇല്ല. നമുക്കപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഡയറക്റ്റ് ഒരു ഫില്ലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോ ആസ് എ ടെസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പററി ഫില്ലിംഗ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മളൊരു പെർമനന്റ് ചെയ്താൽ ഈ പല്ല് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പല്ല് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അത് അറിയാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ടെമ്പററി ഫില്ലിംഗ് കൊടുക്കാറ്. നമ്മൾ പേഷ്യന്റിനോടും പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഇതിനു വേണ്ടി ഇങ്ങനെയാണ് കാര്യങ്ങൾ, ടെമ്പററി ഫില്ലിംഗ് തരുന്നുണ്ട്, നിങ്ങൾ ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യൂ. പെയിൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ചെയ്യാം. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പല്ലിന് മുമ്പേ പറഞ്ഞ പോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ, അതുപോലെ നമുക്കൊരു SMS വന്നിരിക്കുന്നു. ആ കുട്ടിക്ക് അതൊരു മകനെ കുറിച്ചാണ്. മകന് 10 വയസ്സായി, പാൽപ്പല്ല് പോയി, പല്ല് വന്നതിന് ശേഷം ഒരു ആക്സിഡന്റിൽ കുട്ടിയുടെ പല്ല് പോയി. അപ്പൊ അതായത് മൊത്തത്തിൽ പോയിട്ടില്ല, പൊട്ടിപ്പോയി. അപ്പൊ അങ്ങനെ കേസുകൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പിന്നീടുള്ളത്? കാരണം അത് പാൽപ്പല്ലല്ല, പെർമനന്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ അതിനി നമ്മൾ എന്താണ് ഒരു പരിഹാരം കാണുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. പൊതുവേ ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ ആ പല്ല് ഭാവിയിൽ അത് ഡെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ അത് പല്ല് പൊട്ടിയിരിക്കുന്നത് ഒരു ലെവൽ, ഇപ്പം അറ്റം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, ചെറിയൊരു അറ്റം, ചെറിയൊരു ടിപ്പ് മാത്രമേ പൊട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ ഫില്ലിംഗ് കൊണ്ട് അതിന് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അഥവാ പൊട്ടിയിട്ടില്ല, സോറി, ആ ഒരു അറ്റം മാത്രമല്ല, കുറച്ചുകൂടെ കൂടുതലായിട്ട് ഹൈ ലെവലിലാണ് പൊട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ പൾപ്പ് വരെ എത്തിയിരിക്കുന്ന ഒരു പൊട്ടലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിനെ റൂട്ട് കനാൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ്. ഒരിക്കലും 10 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ പല്ല് എടുക്കാൻ പറയില്ല. അതെ, തീർച്ചയായിട്ടും. അത് പല്ല് വന്നതേ ഉള്ളൂ തീർച്ചയായും. പിന്നീട് നമുക്ക് SMS അയച്ചിരിക്കുന്ന സുമയാണ്. സുമ പറയുന്നത് സുമയ്ക്ക് പല്ലിന് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ സുമ പ്രഗ്നന്റ് ആണ്. ഒരു 7 മാസമായിട്ടുണ്ട്. പക്ഷെ അന്നേരം ഗംസിന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ അത് കോമൺ ആയിട്ട് കാണുന്നതാണോ, അതോ ട്രീറ്റ്മെന്റിന് പോകണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനത്തെ ഗം ചേഞ്ചസ് വളരെ കോമൺ ആണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ലെവൽസിൽ വ്യത്യാസം വരുമ്പോൾ ഈ ഗം ചേഞ്ചസും അതുപോലെ തന്നെ വരും. അപ്പം ഒരു 3 to 7 ആ റേഞ്ചിലാണ് മിക്കവാറും ഈ ചേഞ്ചസ് വരിക, ബ്ലീഡിങ് ഗംസും ഒക്കെ വരിക. അത് ഒട്ടും പേടിക്കേണ്ട കാര്യമേ അല്ല, പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്യുക, അഥവാ അതിൽ നിന്ന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലീനിങ്ങിന് പോകാനും ഒരു പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ പേടിക്കുക വേണ്ട ഡെന്റിസ്റ്റിന്റെ അടുത്ത്. പലർക്കും പ്രഗ്നന്റ് ആകുമ്പോൾ അതിനൊരു പേടിയാണ്. ഫസ്റ്റ് 3 മന്ത്സിൽ വേണ്ട, ബട്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ, ഇൻ കേസ് ഒരു പല്ലിന്റെ പോടാണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഡെന്റിസ്റ്റിനെ കാണാം. ആരും അത് വെച്ചോണ്ടിരിക്കണ്ട. കാരണം ഈ പല്ല് വേദനയുടെ സ്ട്രെസ് സത്യം പറഞ്ഞ ആ ഒരു ടൈമിൽ പാടില്ല. സോ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഓഫ് കോഴ്സ് യു ക്യാൻ വിസിറ്റ് എ ഡെന്റിസ്റ്റ്. കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്ന സുമിക്ക് മറുപടി ലഭിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ആൾക്ക് പല്ലിന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പ്രഗ്നന്റ് ആയ സമയത്ത് ഇങ്ങനെ വരുന്നപ്പോ എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആകുമ്പോൾ തന്നെ പൊതുവെ പല ടെൻഷനുകളും ഉണ്ട്. ആ കൂട്ടത്തിൽ ഗംസിന്ന് ബ്ലീഡിംഗ് കൂടെ കാണുമ്പോൾ ആൾക്കൊരു പേടി. അപ്പം ശരിക്കും ഡോക്ടർ, നമ്മളിപ്പോ പല്ലുകളുടെ പല പ്രശ്നങ്ങൾ പറഞ്ഞു, കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, പല്ല് തേക്കുന്ന രീതികളെ കുറിച്ച് പറഞ്ഞു. അപ്പം ശരിക്കും ഈ കുറച്ചുകൂടെ മുതിർന്ന ഒരാൾക്ക്, ഇപ്പൊ കൊച്ചുകുട്ടികളോട് നമുക്ക് പല്ല് തേക്കാൻ ഇന്നൊരു രീതി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മുതിർന്നതിന് ശേഷം പല്ല് തേക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് പറയുന്നു, അങ്ങനെയുള്ള ആൾക്കാർക്കും ബ്രഷിങ്ങിന് എന്തെങ്കിലും പ്രത്യേകിച്ച് രീതികളുണ്ടോ? പല മെത്തേഡ്സ് ഉണ്ട്, ബ്രഷ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ആക്ച്വലി നോർമൽ ഒരു സാധാരണ ഒരാൾക്ക് നമ്മൾ പറയുന്നത് ബ്രഷ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ പകുതി ഗംസിലും പകുതി പല്ലിലും വെച്ചിട്ട് ഇത്തിരി പ്രഷർ കൊടുക്കുക. അതായത് പല്ലിൻ്റെയും ഗംസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലേക്ക് ആ ബ്രിസിൽസ് എത്തുന്ന പോലെ വെച്ച് വൈബ്രേറ്ററി മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ അത് ചെയ്യാം ഫ്രണ്ടിലത്തെ പല്ലിന്. അതുപോലെ തന്നെ ബാക്കിലും സൈഡിലും ഒക്കെ ചെയ്യാം. പിന്നെ ചൂയിങ് സർഫസ്, ഇതാണ് നോർമൽ ഒരു ബ്രഷിംഗ് ടെക്നിക്. പക്ഷെ ഇത് ഒരു ടൈപ്പ് മാത്രമാണ്, വേറെ പലതും ഉണ്ട്. ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസ് ആകുമ്പോൾ ഈ ഗം പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിൽക്കുമ്പം ഒരു ചെറിയ അഴുക്ക് പോലും ഇരുന്നാൽ ഗംസ് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല അവർക്ക് ചിലപ്പം ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജിഞ്ചിവൈറ്റിസ് മാറി പെരിയോഡോണ്ടൈറ്റിസ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗംസ് റിസീഡ് ചെയ്യും, അതായത് പല്ലുകളുടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അന്നേരം ഇത്രയും പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം പറഞ്ഞൊരു മെത്തേഡ് ചിലപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഗംസിന് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും, പെട്ടെന്ന് ബ്ലീഡിങ് ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും പ്രഷർ കൊടുക്കണമെന്നില്ല, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തേക്കാവുന്നതാണ്. അതുപോലെ ഇപ്പം നമ്മളൊരു പ്രിക്കോഷൻ, നമ്മൾ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ പല്ലിന് വരുന്ന കോമൺ പ്രോബ്ലംസ് പറഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനൊരു പ്രിക്കോഷൻ എടുക്കുന്ന രീതിയിൽ ഒരു ഡെന്റിസ്റ്റ് എന്ന രീതിയിൽ എന്താണ് പാർവതിക്ക് പറയാനുള്ളത്? ഓഫ് കോഴ്സ് നമ്മൾ വീട്ടിൽ നന്നായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം.
2 നേരം ബ്രഷ് ചെയ്യാന്നുള്ള ഒരു ശീലമാക്കുക. 2 നേരം ബ്രഷ് ചെയ്യാൻ ജസ്റ്റ് ഓടി ഉള്ള ഒരു ബ്രഷിങ് അല്ല, അറ്റ്ലീസ്റ്റ് 2 to 3 minutes എടുത്ത് സമയം അതിനെടുക്കുക. 2 to 3 minutes അതിൽ കൂടുതൽ വേണ്ട. 2 നേരം ബ്രഷ് ചെയ്യുക. ഫ്ലോസിങ് കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ മൗത്ത് വാഷസ് ചിലർ ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിച്ചാൽ നല്ലത്. ഉപയോഗിക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളപ്പോൾ മാത്രമേ യൂഷ്വലി നമ്മൾ മൗത്ത് വാഷ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. ഇതൊക്കെയാണ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ പാർവതി, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്തൊക്കെയാണ് പല്ലുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളും, അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികൾക്ക് പല്ല് വരാൻ താമസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പല്ലിനൊരു കേട് വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഡോക്ടർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. പിന്നെ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.